70-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സുഗമ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷത്തിലാണ് കോട്ടായി 13-ാം വാർഡ് ഓദർ റോഡ് പ്രദേശവാസികൾ. ഒരു ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യം സഫലമായ സന്തോഷത്തിൽ വാർഡ് മെമ്പർ സന്തോഷ്. ഒരു നൂറ്റാണ്ടിലേറെ കാലം ഒരാൾക്ക് കഷ്ടിച്ചു നടക്കാവുന്ന ഇടവഴിയായിരുന്നു ഓദർ റോഡ്. അംഗനവാടിക്ക് മുൻവശത്തായി ഏകദേശം 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ വഴി 12 അടിയിലധികം താഴ്ചയുള്ള പ്രദേശമായിരുന്ന ഇടം സഞ്ചാരയോഗ്യമാക്കി മാറ്റും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായാണ് മെമ്പർ സന്തോഷ് നൽകിയത്. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും പഞ്ചായത്ത് ഫണ്ട് ലഭ്യമായില്ല. വാഗ്ദാനം നിറവേറ്റാൻ മറ്റു മാർഗങ്ങൾ തേടേണ്ട സാഹചര്യം വന്നതോടെ സ്വന്തം ഓണറേറിയം ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണും സംഘടിപ്പിച്ച് താഴ്ന്ന പ്രദേശം ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു. സുമനസുകൾ കൂടി മെമ്പറുടെ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ മുന്നോട്ട് വന്നതോടെ 6 മീറ്റർ സഞ്ചാരപാത യാഥാർത്ഥ്യമായി മാറി. തങ്ങളുടെ വാർഡ് മെമ്പർ വാഗ്ദാനം പാലിച്ചതോടെ യാത്രാ ദുരിതം തീർന്ന സ്വാതന്ത്ര്യദിനം സുഗമ സഞ്ചാര ദിനമായ സന്തോഷം പ്രദേശവാസികളും പങ്കുവച്ചു. ഇവിടെ ഞങ്ങളൊരു 150 വർഷമായിട്ട് ഇവിടെയുള്ള ആൾക്കാരാണ്. 100 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നതാണ്. അത് വെള്ളം വന്ന് ഒരു ചാലായിട്ട് 100 വർഷമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ പോകാനോ മറ്റെന്തെങ്കിലും മരണകാര്യങ്ങളുണ്ടായാലും എല്ലാറ്റിനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ അടുത്ത് നമ്മുടെ മെമ്പർ വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം നടന്നത്. ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇതിന് ആലത്തൂരും പലവിടെയും പോയിട്ടുണ്ടായിരുന്നു. പല മെമ്പറിൻ്റെ സപ്പോർട്ട് കൊടുത്തു. പക്ഷെ ഒന്നും നടന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് ഈ മെമ്പർ. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.